മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതായത് ക്യാരറ്റ്, ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ മറ്റ് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. മറ്റൊന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന 3 സപ്ലിമെന്റ്സ് ആണ്. വൈറ്റമിൻ ഇ സപ്ലിമെന്റ്, അത് ഡെയിലി ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ വൈറ്റമിൻ സി ച്യൂവബിൾ ക്യാപ്സ്യൂൾ ഡെയിലി ഒന്ന് വെച്ച് കഴിക്കണം. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് അടങ്ങിയിട്ടുള്ള ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസ് ഡെയിലി ഒന്ന് വെച്ച് കൺസ്യൂം, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം പുറമെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല, ഇവയൊക്കെ ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൂടാതെ നോൺ വെജ് ഐറ്റംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചീസ്, എഗ്ഗ്, അതുപോലെ എഗ് യോക്ക്, അതിൽ തന്നെ റെഡ് മീറ്റ്, ചിക്കൻ, ഇവയൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഇൻക്ലൂഡഡ് ആണ്. ഈ നമ്മുടെ കൊഴിഞ്ഞു പോയ മുടിയെ റീഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ്. അപ്പോൾ ഇത് നോൺ വെജ് ഐറ്റംസിലായിരിക്കും കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നോൺ വെജ് ഐറ്റംസ്.